ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന് ആരോപണം. തൃശൂർ ദേശമംഗലത്ത് വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് മർദ്ദിച്ചത്. അതിരപ്പിള്ളി ആനക്കയം കുമ്മാട്ടിയിൽ കാട്ടാന റോഡിന് കുറുകെ മരം മറിച്ചിട്ടു. അന്തർ സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. വനപാലകർ എത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാളയിൽ നടന്നുവന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഓവറോൾ ജേതാക്കളായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന് ആരോപണം. തൃശൂർ ദേശമംഗലത്ത് വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് ആൾക്കൂട്ടം പിന്തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 30-ാം തീയതി ദേശമംഗലം പഞ്ചായത്തിന്റെ സമീപത്തുള്ള റോഡിലൂടെ നടന്നു വരികയായിരുന്നു ജസീം. ഈ സമയം ചവിട്ടുന്നതും റോഡിലേക്ക് വീഴുന്നതും തുടർന്ന് സംഘം ചേർന്ന് മുഖത്തും ശരീരത്തിലും ക്രൂരമായി മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിലും പരിക്കേറ്റ ജസീം സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗത്തെക്കുറിച്ചുള്ള ആക്ഷേപമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. അതിരപ്പിള്ളി ആനക്കയം കുമ്മാട്ടിയിൽ കാട്ടാന റോഡിന് കുറുകെ മരം മറിച്ചിട്ടു. വിനോദസഞ്ചാരികളുടേത് ഉൾപ്പെടെ 20 വശത്തേക്കുമുള്ള നിരവധി വാഹനങ്ങൾ ഇതുമൂലം വഴിയിൽ കുടുങ്ങിക്കിടന്നു. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. റോഡിന് സമീപത്ത് നിന്നിരുന്ന മരം കാട്ടാന റോഡിലേക്ക് തള്ളിയിടുകയായിരുന്നു. ഇതോടെ അന്തർ സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഷോളയാർ മുക്കുമ്പുഴ സ്റ്റേഷനിലെ വനപാലകരെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിക്കണ്ണി സ്വദേശി മൂർക്കാട്ടിൽ ബിജുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം എത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. പുഴ കടന്നെത്തിയ 6ഓളം ആനകളാണ് പറമ്പിൽ ഇറങ്ങിയത്. കവുങ്ങുകളും തെങ്ങുകളും കുത്തിമറിച്ചിട്ട നിലയിലാണ്. പാലപ്പിള്ളിയിൽ നിന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ശനിയാഴ്ച രാത്രിയിലാണ് പിള്ളത്തോട് ഭാഗത്ത് റോഡ് മുറിച്ചു കടന്ന ആനകൾ ജനവാസ മേഖലയിൽ എത്തിയത്. കാരിക്കുളം കടവ്, പാലച്ചുവട് പ്രദേശങ്ങളിലും ആനശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. മാളയിൽ നടന്നുവന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് കലോത്സവം നടന്നത്. കലോത്സവത്തിൽ 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഓവറോൾ ജേതാക്കളായി. മാള ഹോളിഗ്രേസ് അക്കാദമി 1002 പോയിന്റോടെ 2ാം സ്ഥാനവും 967 പോയിന്റോടെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും നേടി. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കേരള സഹോദയ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. To take up a youth festival and to conduct it in a large scale like this, it is not a simple task. It's a task which needs a total planning, total implementation, and keeping your campus open for others to come in and perform is not so simple. So I think my first appreciation should go to Rajan Davis School for hosting this program here in a wonderful manner. And when I was sitting there, sir was telling me he has arranged for the water supply in every corner when Vinu madam was addressing here, and he said we are not allowing the bottles to be thrown here and there. So there is not only that message of that we are supplying the water. തൃശൂർ സെൻട്രൽ സഹോദയ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഡോക്ടർ ബിനു കെ രാജ്, ജനറൽ സെക്രട്ടറി ഡോക്ടർ PN ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ NM ജോർജ്, ട്രഷറർ ഫാദർ PJ വർഗീസ്, ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ET ലത എന്നിവർ പ്രസംഗിച്ചു.
തൃശൂർ സെൻട്രൽ സഹോദയ രൂപവൽക്കരിച്ച ശേഷം നടന്ന രണ്ടാമത്തെ കലോത്സവത്തിലും ഓവറോൾ നേടിയാണ് SN വിദ്യാഭവൻ കിരീടം നിലനിർത്തിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹവും അഷ്ടബന്ധ കലശവും വാർഷികവും 2025 നവംബർ 30 മുതൽ ഡിസംബർ 7 വരെ നടത്തുന്നു. അതിന്റെ ഭാഗമായി ആചാര്യ സംഗമം സംഘടിപ്പിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിയുക്ത ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ ED പ്രസാദ് നമ്പൂതിരിപ്പാട്, മുൻ ഗുരുവായൂർ മേൽശാന്തി കവപ്ര മാറത്ത് അച്യുതൻ നമ്പൂതിരിപ്പാട്, മുൻ മാളികപ്പുറം മേൽശാന്തി ഹരിഹരൻ നമ്പൂതിരിപ്പാട് എന്നിവരെ ആദരിച്ചു. തുടർന്ന് ഭാഗവത സപ്താഹത്തിന്റെ നോട്ടീസ് പ്രകാശനവും ആദ്യ സംഭാവനകൾ സ്വീകരിക്കലും നടന്നു. കിഴക്കിനിയേടത്ത് മേക്കാട്ട് ഗോദൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഓഫീസർ PV ജയകൃഷ്ണൻ, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഉപദേശക സമിതി സെക്രട്ടറി സജി ചന്ദ്രൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ജയരാമൻ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ശാന്തി സതീശൻ നേതൃത്വം നൽകി. ഉപദേശക സമിതി അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഒരു നല്ല വഴികാട്ടിയായിട്ട് മരുതൂർ നാരായണൻ നമ്പൂതിരി എന്ന ആ മഹാനുഭാവൻ നമുക്കൊരു പാത തുറന്നു തന്നു. അതിൽ നിന്നൊട്ടും വ്യതിചലിക്കാതെ അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മഹാദേവന്റെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്ന ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നാട്ടുകാരുടെ പ്രതിനിധികളായിട്ടുള്ള കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തിക്കുന്നു എന്നത് വളരെ സന്തോഷമായിട്ട് ഞാൻ നിങ്ങളോടെല്ലാം പങ്കുവയ്ക്കുന്നു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും അധ്യാപക രക്ഷാകർതൃ സംഗമവും ഡോക്ടർ BR അംബേദ്കർ ഡിജിറ്റൽ ലൈബ്രറി ശില്പശാലയും നടന്നു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈജ്ഞാനിക മണ്ഡല വികാസത്തിനാണ് വായനശാലകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പൂർവ്വം അങ്ങനെ വരുമ്പോൾ നവോത്ഥാനത്തിന് ശേഷമാണ് വായനശാലകൾ ഗ്രാമങ്ങളിൽ നടന്നത്. അതിന് വായനശാലകളുണ്ട്, പക്ഷേ അത് ജനകീയമായി നവോത്ഥാനത്തിന് ശേഷമാണ്. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മാനവികതയുടെ ജ്വലനമാണ്. തിരിച്ചു പറയാം, മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. TK സതീശൻ, മഞ്ജു സതീശൻ, KA ബൈജു, MU കൃഷ്ണകുമാർ, TV സുരേഷ് കുമാർ, ഷീജ നസീർ, മോളി വർഗീസ്, BBC ഡോക്ടർ ലിജു, ഡോക്ടർ ഷാജി അനൂപ്, ജയൻ എന്നിവർ സംസാരിച്ചു. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ വാഹനാപകടം. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്താണ് അപകടം ഉണ്ടായത്. മാള ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ വന്നിടിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. DYFI മാള വലിയ പറമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഖില കേരള കൈക്കുട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. വലിയ പറമ്പ് RVG LP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരം KJ ഷൈൻ ഉദ്ഘാടനം ചെയ്തു. വലിയ പറമ്പ് യൂണിറ്റിൽ സംഘടിപ്പിച്ചിട്ടുള്ള അഖില കേരള കൈകുട്ടിക്കളി മത്സരമാണ് ഇവിടെ ആരംഭിച്ചത്. അതിനിടയിലാണ് നമ്മളിങ്ങനെ ഒരു പൊതുയോഗത്തിന് മുതിരുന്നത്. തീർച്ചയായും നിങ്ങളൊക്കെ അടുത്ത കൈകുട്ടിക്കളി കാണാൻ വേണ്ടിയിട്ടാണ് ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് വളരെ വ്യക്തമാകുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തണം എന്നല്ലേ നിങ്ങളുടെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും മനസ്സിലെ ആഗ്രഹം, അല്ലേ? അതെ. എത്രയും എളുപ്പത്തിൽ വീണ്ടും രണ്ടാമത്തെ കളി കാണാൻ ഞങ്ങൾക്ക് അവസരം തരണം. അതാണ് അടുത്ത ഡിമാൻഡ്. സാധാരണഗതിയിൽ പറയാറുണ്ട്, ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ സുഖമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്ന് തിന്ന് സുഖമായിട്ട് പാട്ടും സിനിമയും ഒക്കെ
കണ്ടും കേട്ടും ഇരിക്കുന്ന ചെറുപ്പക്കാരെ കളിയാക്കി സിനിമയിലൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്, നീ എന്താണ് പണിക്ക് പോവാത്തതെന്ന് പറയുമ്പോൾ എനിക്ക് വിയർപ്പിൻ്റെ അസുഖമാണ്, അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. സംഘാടക സമിതി ഭാരവാഹികളായ ഡെനിൻ സാഗർ, PS സുനീഷ്, ബിജു ഉർമീസ്, PK രാധാകൃഷ്ണൻ, TR അഖിൽ, MS അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരള മഹിളാ സംഘം മാള മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി KS ജയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 മാസക്കാലം സംഘടനയുടെ തനതായ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും സംഘടന ചില സ്ഥലങ്ങളിലെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ എന്ന ഒരു ആശങ്ക നമ്മുടെ മഹിളാ സംഘത്തിന്റെ ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് മാസം 23-ാം തീയതി കൂടിയ മഹിളാ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി എടുത്തൊരു തീരുമാനമായിരുന്നു സെപ്റ്റംബർ മാസത്തിനുള്ളിൽ മുഴുവൻ ലോക്കൽ തല കൺവെൻഷനുകളും സാധ്യമായാൽ മണ്ഡലം തല കൺവെൻഷനുകളും പൂർത്തീകരിക്കണം എന്ന കമ്മിറ്റി തീരുമാനമായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്ത് വേറൊരിടത്തും അത്തരത്തിലൊരു സംഘടന ഘടക കൺവെൻഷനുകൾ ആരംഭിച്ചിരുന്നില്ല. മണ്ഡലം പ്രസിഡന്റ് ഉഷ ബാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ഷീല വിജയകുമാറിനെ ആദരിച്ചു. ഇന്ദിര ദിവാകരൻ, KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, മിനിത ബാബു, KV സുജിത്ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ പൽപു മെമ്മോറിയൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ പൽപുവിന്റെ 163-ാം ജന്മദിനം ആഘോഷിച്ചു. മറ്റത്തൂർക്കുന്ന് ട്രസ്റ്റ് ഹാളിൽ നടത്തിയ ജന്മദിന ആഘോഷം സ്പെഷ്യൽ ബ്രാഞ്ച് SP ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ പൽപു മെമ്മോറിയൽ ട്രസ്റ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. തൃശൂർ സത്യസായി സേവാ സംഘടന മുൻ ജില്ലാ കോർഡിനേറ്റർ PG സതീഷ്, സെക്രട്ടറി TK സലീഷ്, SNDP മറ്റത്തൂർ ശാഖ സെക്രട്ടറി ഹരി പള്ളത്തേരി, പ്രഭാ ശ്രീഗണൻ, ശിവശങ്കരൻ പള്ളത്തേരി, സുമ ഷാജി എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി വിഭാഗത്തിലും ജനറൽ വിഭാഗത്തിലും വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് നൽകുന്നതിനു വേണ്ടി കൊടുങ്ങല്ലൂർ നഗരസഭ വാങ്ങിയ ഭൂമിയിലെ അഴിമതി പുറത്തു കൊണ്ടുവരിക, കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പട്ടയ സംബന്ധമായതും വീടും സ്ഥലവും ഇല്ലാത്തവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി നീതി തേടി എന്ന പേരിൽ ജനകീയ അദാലത്ത് സംഘടിപ്പിച്ചു. അദാലത്തിൽ റിട്ടയേർഡ് ജില്ലാ ജഡ്ജ് സുന്ദര ഗോവിന്ദ്, ഹൈക്കോടതിയിലെ സീനിയർ സെൻട്രൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് RV ശ്രീജിത്ത്, അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, അഡ്വക്കേറ്റ് C ദിനേശ്, അഡ്വക്കേറ്റ് MA വിനോദ് തുടങ്ങിയവർ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്തു. BJP മണ്ഡലം പ്രസിഡന്റ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ എന്നിവർ സംസാരിച്ചു. പാർട്ടി മണ്ഡലം നേതാക്കൾ, നഗരസഭാ കൗൺസിലർമാർ, 100 കണക്കിന് ഭൂരഹിതർ, ഭവനരഹിതർ എന്നിവരും നീതി തേടി അദാലത്തിൽ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിച്ചെന്ന് ആരോപണം. തൃശൂർ ദേശമംഗലത്ത് വിദ്യാർത്ഥിക്ക് നേരെ ആൾക്കൂട്ട മർദ്ദനം. ദേശമംഗലം സ്വദേശി 19 വയസ്സുള്ള ജസീമിനെയാണ് മർദ്ദിച്ചത്. അതിരപ്പിള്ളി ആനക്കയം കുമ്മാട്ടിയിൽ കാട്ടാന റോഡിന് കുറുകെ മരം മറിച്ചിട്ടു. അന്തർ സംസ്ഥാന പാതയിൽ 1 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. വനപാലകർ എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. മാളയിൽ നടന്നുവന്ന തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവം സമാപിച്ചു. 1140 പോയിന്റോടെ SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂൾ ചന്ദ്രാപിന്നി ഓവറോൾ ജേതാക്കളായി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.